മുൻപൊക്കെ വിത്ത് വിതച്ചിട്ട് 30-35 ദിവസം കാത്തിരിക്കണം. എന്നാൽ ഇന്ന് 35 ദിവസം എന്നത് വളരെ ഈ യൂസിങ് ബിസിനസ് എന്തിനു വേണ്ടി നടത്തണമെന്ന് മറ്റൊരു കാരണം ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പുതുതായി വീട് വെക്കുന്നവർ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ആ വീടിന് മുന്നിൽ ഗാർഡന് വേണ്ടിയിട്ട് നഴ്സറിയിൽ വരുന്ന 80% ആൾക്കാർ നോക്കിയാൽ ക്വാളിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന റേറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നവരാണ്. ബാക്കിയുള്ള 20% ജനങ്ങൾ അത് മറ്റുള്ളവർക്ക് തോട്ടം ചെയ്തു കൊടുക്കുന്നവർ, പിന്നെ തോട്ടമുണ്ടാക്കി അത് വിൽക്കണമെന്ന് നല്ല പ്ലാൻസ് ആഗ്രഹിക്കുന്നവർ അത് എത്ര നാളായാലും ശരി അന്വേഷിച്ച് ഇവിടെ നമ്മുടെ ഗ്രീനറി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. ഓരോ മാസവും വെക്കേഷനായി നമ്മൾ ഒത്തിരി പൈസ ചെലവാക്കി പച്ചപ്പും ഹരിതാഭയും തേടി പല പ്രദേശങ്ങളിലും പോകാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു ഗ്രീനറി ഉണ്ടാക്കിക്കൂടാന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട്. അവിടെയാണ് നമ്മുടെ ബിസിനസ് സാധ്യത. പ്ലാൻ നഴ്സറി ബിസിനസ് എല്ലാ സീസണിലും ഡിമാൻഡുള്ള ഒരു ബിസിനസ് ഏരിയയാണ് പ്ലാൻ നഴ്സറി ബിസിനസ്. നിങ്ങൾ ഗ്രീനറി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നല്ലേ? അതിനുവേണ്ടി ഞങ്ങളുടെ ഫ്രീഡം ആപ്പ് നിങ്ങളെ സഹായിക്കും. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. നഴ്സറി ബിസിനസ് എന്നത് പരിശോധിച്ചാൽ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. മുൻകാലങ്ങളിലെല്ലാം എന്ത് ചെയ്തിരുന്നു എന്ന് നോക്കിയാൽ ആദ്യം വിത്ത് നട്ട് പിന്നെ അത് വളർത്തി അതിനുശേഷം അതിനെ മറ്റൊരിടത്ത് മാറ്റി നട്ട് വളർത്തി പിന്നീട് തക്കാളി ആയാലും അതുപോലെ മറ്റേത് ചെടികളായാലും അങ്ങനെ കിട്ടും. ഇപ്പോൾ ഞങ്ങൾ നഴ്സറിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്തുകളെടുത്ത് ചെറിയ ട്രേയിൽ മുളപ്പിച്ച് അത് കൊണ്ടുപോയി ഞങ്ങൾ നിലത്ത് നടുന്നു. കാരണം ആ കാലത്ത് ചെയ്തു വന്ന ആ രീതിക്കും ഇപ്പോൾ ചെയ്തു വരുന്ന ഈ രീതിക്കും, അതായത് ഗ്രോയിങ് ടൈം റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. അതാണ് മുൻപൊക്കെ വിത്ത് വിതച്ചിട്ട് 30-35 ദിവസം കാത്തിരിക്കണം. എന്നാൽ ഇന്ന് 35 ദിവസം എന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കർഷകൻ തക്കാളി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ടൊമാറ്റോ ഫാമിൽ അദ്ദേഹത്തിന് തൈകൾ റെഡി ആയിരിക്കും. ഇപ്പോൾ തന്നെ അയാൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുമുതൽ 40-45 ദിവസത്തിൽ അവ കായ്ക്കാനും തുടങ്ങും. ഈ യൂസിങ് ബിസിനസ് എന്തിനു വേണ്ടി നടത്തണമെന്ന് മറ്റൊരു കാരണം ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പുതുതായി വീട് വെക്കുന്നവർ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ആ വീടിന് മുന്നിൽ ഗാർഡന് വേണ്ടിയിട്ട് സ്ഥലം കരുതിയിരിക്കും. ഇപ്പോൾ അവർ മുറ്റം കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആ വീടിന് അത്ര ഭംഗി ഉണ്ടാകില്ല. എത്ര വലിയ വീടായിരുന്നാലും മുന്നിലൊരു ഗാർഡൻ ഉണ്ടായാലേ ആ വീടിന് പോലും ഭംഗി ഉണ്ടാകൂ. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഈ ബിസിനസ്സിൽ ഒരു ഗാർഡൻ ഉണ്ടാകാൻ ആവശ്യമായ എല്ലാ ചെടികളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗ്യാരണ്ടിയോടെ തയ്യാറാക്കുന്നു. അത് വ്യാപാരവും നടത്തുന്നു. അതുകൂടാതെ ഇവിടെ നഴ്സറി ബിസിനസ്സിൽ ഞാനിത് തുടങ്ങുമ്പോൾ റോസ് അതും ഇതും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ 30 വർഷത്തെ അനുഭവത്തിൽ ഞാൻ കണ്ടൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഗാർഡൻ വേണം എന്ന് പറയുകയാണെങ്കിൽ അത് റെഡിയാക്കാൻ 6 മാസം അല്ലെങ്കിൽ 1 വർഷമെങ്കിലും വേണ്ടിവരും. എന്നാൽ ഇപ്പോൾ ഈ 15, 20, 25 വർഷങ്ങളായി ഗാർഡൻ ചെയ്യുന്നതിനാവശ്യമായ പ്ലാന്റ് നഴ്സറി വഴി വളർത്തി കൊടുക്കുന്നത് കൊണ്ട് ഈ ജോലി ഇപ്പോൾ വളരെ എളുപ്പമായി മാറി. ഈ നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ വിശപ്പാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വെറും 7ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. അതിനുശേഷം എനിക്ക് പഠിക്കാനായില്ല. അതുകൊണ്ട് എനിക്ക് ഈ ജോലി മതി എന്നൊന്നുമില്ല. ഏത് ജോലി കിട്ടിയാലും ഞാൻ പോയി ചെയ്യും. കൂലിവേലയ്ക്ക് പോകും, ലോറിയിൽ മരം കയറ്റാൻ പോകും. അതുമാത്രമല്ല, വീടുകളിൽ നേരിട്ട് ചെന്ന് ന്യൂസ് പേപ്പർ ഇടാൻ പോയിട്ടുണ്ട്. വലിയ വലിയ വീടുകളിൽ ഇവിടെ പഠിച്ചവർ, പഠിക്കാത്തവർ, എന്തിനേറെ അംഗവൈകല്യമുള്ളവർ പോലുമാകാം. അവരൊക്കെ കൂടെയും ഈ ബിസിനസ്സിൽ തുടങ്ങി നടത്തി അതിലൂടെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വലിയ അവസരം ഇതിലുണ്ട്. കോവിഡ് സമയത്ത്, അതായത് രോഗം വന്ന സമയത്ത് ഈ ബിസിനസ് നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ തീർച്ചയായും വന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്കറ്റ് ഉണ്ടാക്കുക. എക്സ്പീരിയൻസ് എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. വെറും 30-40 വസ്തു വച്ച് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സമ്പാദിക്കാൻ കഴിയും. പകരം ഏക്കർ കണക്കിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് സമ്പാദിക്കാം. ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്നൊന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ നഴ്സറിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് പോലും ഇതുവരെ എക്സ്പ്ലോർഡ് ചെയ്യാനായിട്ടില്ല. 30 വർഷത്തെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇത് വളരെ പ്രയാസമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 100% വെറും 10% മാത്രമേ നമ്മളെ കൊണ്ട് ടേപ്പ് ചെയ്യാൻ പറ്റൂ. ബാക്കി 90% അൺടേപ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്ലാൻ നഴ്സറി ബിസിനസ് എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ചെടികളോട് കൂടുതൽ പ്രിയമുള്ളവർക്കാണ് ഈ ബിസിനസ്സിൽ സാധ്യതകൾ ഏറെയും. എല്ലാ സീസണിലും വിപണി സാധ്യതയുള്ള ഈ ബിസിനസ് ആരംഭിക്കാൻ പലർക്കും താല്പര്യമുണ്ടാകും. എന്നാൽ ഇത് എങ്ങനെ തുടങ്ങും എന്നുള്ള അറിവില്ലായ്മയാണ്
പലരും ഈ ബിസിനസ് തുടങ്ങാൻ മടിക്കുന്ന കാരണം. അതിനായി പ്ലാന്റ് നഴ്സറി ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങളോട് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, ഞാനും എൻ്റെ മാമനും പൂനെയിൽ ഒരു നഴ്സറിയിൽ ഒരു ജോലി ചെയ്തിരുന്നു എന്ന്. അതായത് എൻ്റെ മാമൻ ശ്രീനിവാസ റെഡ്ഡി അവിടെ വ്യാപാരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടേക്ക് വന്നു. ഞാനും അദ്ദേഹവും അതിനുശേഷം ഉപജീവനത്തിനായി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൽ പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ തന്നെ കഴിയണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിന് വേണ്ട എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ 1990 സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ബാംഗ്ലൂരിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആരംഭിച്ച ആ കാലത്ത് എനിക്ക് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ അപ്പോൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നതിനെ പറ്റിയൊന്നും അവർക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്നെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ വൈഫ് ശ്രീമതി സുധാ റാണി നഴ്സറിയിൽ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് ഇപ്പോൾ നേടിയിരിക്കുകയാണ്. ഈ നഴ്സറി ഫീൽഡിൽ എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം ആ ഫീൽഡ് വിട്ട് ഇപ്പോൾ നഴ്സറി ഫീൽഡിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഫുൾ ടൈം ഈ ബിസിനസ്സാണ് നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഈ നഴ്സറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മളുടെ മകനോ മകൾക്കോ ഒരു ഉപയോഗപ്രദമായ തൊഴിൽ പഠിക്കണമെങ്കിൽ നഴ്സറി ബിസിനസ്സിനെയാണ് നല്ലത്. കാരണം ഇതിൽ പൊതുവായ ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള ധാരാളം അച്ഛനമ്മമാർ ചിന്തിക്കുന്നതെന്നാണ് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ മകനോ മകളോ ചെയ്യരുതെന്ന് വിചാരിക്കും. എന്നാൽ ഞാൻ ഈ നഴ്സറി ബിസിനസ്സിൽ ഉള്ള എല്ലാ ബെനിഫിറ്റും അവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർ ഇപ്പോൾ ഭംഗിയായി ചെയ്യുന്നു. ഈ നഴ്സറി ബിസിനസ് എങ്ങനെയെന്നാൽ ഇപ്പോൾ ഒരാൾ മരങ്ങൾ വളർത്തണമെന്ന് കരുതുന്നു. ചിലർ വീട്ടിൽ പൂന്തോട്ടം നിർമ്മിക്കാൻ ആലോചിക്കുന്നു. പൂന്തോട്ടം നിർമ്മിക്കാൻ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കാനുള്ള എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ അവർക്ക് അത് തയ്യാറാക്കുന്നതിനാവശ്യമായ റോ മെറ്റീരിയൽസ് നോക്കിയാൽ അവരുടെ പക്കൽ കാണില്ല. അതായത് അവരുടെ പക്കൽ റോ മെറ്റീരിയൽസും കാണില്ല, അത് ഉപയോഗപ്പെടുത്താനുള്ള സ്കിൽസും കാണില്ല. അതായത് അവർ ഇന്ന് ആലോചിക്കുകയാണെങ്കിൽ നാളെ തന്നെ തുടങ്ങും. ഈ ടൈമിൽ നോക്കിയാൽ അവരുടെ പ്ലാൻ ഒരിക്കലും വർക്കൗട്ടാവില്ല. അതിനുശേഷം അവർ സോഴ്സിന് വേണ്ടിയിട്ട് ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സോഴ്സ് എന്താണ്? നഴ്സറി. ഇപ്പോൾ നഴ്സറി നോക്കിയാൽ അവരുടെ പക്കൽ പ്ലാന്റ് ഉണ്ടാകും, വെള്ളമുണ്ടാകും, റോ മെറ്റീരിയൽസ് ഉണ്ടാകും. പിന്നെ അവർ കൃഷിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അതുമല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമ്പാദിക്കണമെന്ന ചിന്തയിൽ അവരുടെ നഴ്സറി തുടങ്ങും. ഇവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നഴ്സറി തുടങ്ങിയിട്ട് കസ്റ്റമർക്ക് എന്താണ് ആവശ്യമെന്നറിഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. നഴ്സറി തുടങ്ങുവാൻ യാതൊരു തടസ്സങ്ങളുമില്ല. ഞാൻ സെലക്ട് ചെയ്തതിനുള്ള പ്രധാന കാരണം അതുതന്നെയാണ്. രണ്ടാമത് ഇതിൽ ഡീമെറിറ്റ് എന്തെന്ന് വെച്ചാൽ കസ്റ്റമറിന് ആവശ്യമായ ക്വാളിറ്റി അവർക്ക് ഏത് സൈസ് വേണമോ ആ സൈസിൽ ആരും കൊടുക്കുന്നില്ല എന്നതാണ്. ഞങ്ങളുടെ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മൈസൂർ, സാമ്രാജ്നഗർ, മാണ്ഡ്യ ഇവിടെയെല്ലാം ഈ 3 ഏരിയയിലും കൂടെ ഒരു നഴ്സറിയാണുള്ളത്. ഈ ഒരു നഴ്സറി മതി നമുക്ക്. ഇവിടെ മറ്റു നഴ്സറി ഒന്നുമില്ല. ഈ കാരണത്താലാണ് ഞാൻ നഴ്സറി ബിസിനസ് തുടങ്ങിയത്. ഇപ്പോൾ ഈ നഴ്സറി ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ വ്യാപാരം നടക്കുക. ചീപ്പ് റേറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ 1-2 വർഷത്തിനകത്ത് ഒട്ടും തന്നെ ഡിമാൻഡ് ഇല്ലാതെയാകും. അപ്പോൾ അത് വാങ്ങാൻ ആരും ഉണ്ടാകില്ല. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക്, അയാളിൽ നിന്ന് വേറൊരാൾക്ക് ഇങ്ങനെ ബിസിനസ് വളർന്ന് നമ്മുടെ പക്കൽ നിന്ന് വാങ്ങും. ഉദാഹരണത്തിന് നമ്മുടെ നഴ്സറിയിൽ ബീറ്റിൽ നെറ്റ് ട്രീ നോക്കിയാൽ 6 വർഷത്തിൽ ആ ക്രോപ്പിൻ്റെ വളർച്ച നോക്കിയാൽ വന്നവരെല്ലാം പറഞ്ഞു കേട്ട് ഈ ക്രോപ്പ് വാങ്ങാനായി എല്ലാവരും വന്നു തുടങ്ങി. നഴ്സറിയിൽ വരുന്ന 80% ആൾക്കാർ നോക്കിയാൽ ക്വാളിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന റേറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നവരാണ്. ബാക്കിയുള്ള 20% ജനങ്ങൾ അത് മറ്റുള്ളവർക്ക് തോട്ടം ചെയ്തു കൊടുക്കുന്നവർ, പിന്നെ തോട്ടമുണ്ടാക്കി അത് വിൽക്കണമെന്ന് ചിന്തിക്കുന്നവർ, ഇവരെല്ലാം ഗുഡ് ക്വാളിറ്റി നോക്കുന്നില്ല, ചീപ്പായ പ്രൊഡക്ട്സാണ് വാങ്ങുന്നത്. നല്ല പ്ലാൻസ് ആഗ്രഹിക്കുന്നവർ അതെത്ര നാളായാലും ശരി അന്വേഷിച്ച് ഇവിടെ നമ്മുടെ പക്കൽ നിന്ന് വാങ്ങാനായി എത്തുന്നു. ഇപ്പോൾ അതായത് ലാസ്റ്റ് ഒരു 10 വർഷത്തിനിപ്പുറം മുതൽ എസ്പെഷ്യലി ലാസ്റ്റ് 3-4 ഇയേഴ്സായി നഴ്സറിക്ക് വേണ്ട ഡിമാൻഡ് വളരെ കൂടിയിരിക്കുന്നു. അതുപോലെ നഴ്സറി ആളുകൾക്കും ഡിമാൻഡ് കൂടിയിരിക്കുന്നു. എൻ്റെ മകൻ M.Tech പഠനം പൂർത്തീകരിച്ചിരിക്കുന്നു. അതായത് എൻ്റെ മൂത്ത മകൻ, അവൻ എനിക്ക് ഇടയ്ക്കൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്.
വേറെ വേറെ സ്റ്റേറ്റുകളിൽ പോയി ചെയ്യേണ്ട ജോലികളൊക്കെ അവൻ തന്നെ പോയി ചെയ്യാറുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സപ്പോർട്ട് അപ്പോഴും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. സുഹൃത്തുക്കൾ നോക്കിയാൽ മെജോറിറ്റി ആൾക്കാരും അസൂയയോടെയാണ് നോക്കുന്നത്. ഞാൻ റിട്ടയറായ ശേഷവും ജോലി ചെയ്യുന്നതിന്. എൻ്റെ സീനിയർ ഓഫീസേഴ്സ് കുറച്ച് പേരുണ്ട്, അതായത് സ്റ്റേറ്റ് ലെവൽ IFS പീപ്പിൾ. അവരെന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു, 1-2 പേർ. യു ആർ ഡൺ എ വെരി ഗുഡ് വെഞ്ചർ, വി ആർ ഹാപ്പി എന്ന് പറഞ്ഞ് ഇപ്പോഴും അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. അവരെൻ്റെ സ്വന്തം, പിന്നെ എൻ്റെ കോമൺ ഫ്രണ്ട്സിനേക്കാൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട്സ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സാണ് എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്തത്. നഴ്സറി എന്ന് വരുമ്പോൾ പൊതുവേ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നാട്ടിലുള്ള കർഷകർക്ക് വേണ്ടിയും കൃഷിക്കായി നഴ്സറി നടത്തുകയാണോ അതോ പണം സമ്പാദിക്കാനായി നടത്തുകയാണോ എന്ന് തീരുമാനിക്കണം. പണം സമ്പാദിക്കാനായി നടത്തുന്നവരാണ് ഇന്ന് അധികവും. നഴ്സറി നടത്തുന്നതിന് നിങ്ങൾക്കുള്ള സ്കിൽസിനേക്കാൾ മനസ്സാണ് പ്രധാനം. നഴ്സറി ബിസിനസ് പരിശോധിച്ചാൽ നല്ല ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് അവ പ്ലാസ്റ്റിക് ട്രേയിൽ വെച്ച് 14 ദിവസം നമ്മൾ അതിനെ വളർത്തി കർഷകർക്ക് ശരിയായ സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് നഴ്സറി ബിസിനസ്. നഴ്സറി ബിസിനസ് ഞാൻ എന്തുകൊണ്ടാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർഷകർ വിളയാനായി വിതയ്ക്കുന്ന ധാരാളം വിത്തുകൾ വേസ്റ്റായിക്കൊണ്ടിരിക്കുന്നു. തക്കാളി ഇപ്പോൾ നിങ്ങൾക്കൊരു 3500 പ്ലാന്റ് വേണമെങ്കിൽ ഇതേ 20 വർഷങ്ങൾക്ക് മുമ്പ് 30,000 പ്ലാന്റ്സ് നിങ്ങൾക്ക് നടേണ്ടി വരും. ആ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നഴ്സറി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഴ്സറി ബിസിനസ്സിൻ്റെ പ്രധാന ജോലി എന്തെന്ന് വെച്ചാൽ, 20 വർഷം മുമ്പ് ഉദാഹരണത്തിന് 100 ഏക്കർ തക്കാളി വിളയിക്കണമെന്ന് വെച്ചാൽ ആ 100 ഏക്കറിന് വേണ്ട തക്കാളി വിത്തുകൾ ട്രഡീഷണലായി വിളയിക്കേണ്ടി വരും. എന്നാലിപ്പോൾ ഇന്ന് 100% ആ ജോലികൾ നഴ്സറികളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നഴ്സറി ബിസിനസ് വളരെ വർദ്ധിച്ചു. അതായത് കൂടിയതല്ലാതെ കുറഞ്ഞില്ല. തോട്ടം നടത്തുന്നവർ, അതായത് കർഷകർ വെജിറ്റബിൾ ക്രോപ്സ് വളർത്തണമെന്ന് ചിന്തിക്കുന്നെങ്കിൽ 90% ആൾക്കാരും നഴ്സറികളെയാണ് അധികവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നഴ്സറി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഐഡിയാസ് എല്ലാം നമ്മുടെ കർഷകരോടും പിന്നെ എൻ്റെ കുടുംബത്തോടും ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവർ വളരെ ഉത്സാഹത്തോടെ എന്നെ ഹെൽപ്പ് ചെയ്യാനെത്തി. അതുകൊണ്ട് ഞാൻ നഴ്സറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം നല്ല ഒപ്പീനിയൻ തന്നു. ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇതുപോലെ ഉപയോഗമുണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ ഇത് കർഷകർക്കും ഉപയോഗപ്പെടും എന്നതിനാൽ എൻ്റെ ഐഡിയ കേട്ട് എനിക്കൊരു റോക്ക് സോളിഡ് പോലെ നിന്ന് എൻ്റെ നഴ്സറിക്കും വളരെ സപ്പോർട്ട് ചെയ്തു. ഈ നഴ്സറി എന്നത് ആർക്കും സ്റ്റാർട്ട് ചെയ്യാം. അതൊരു വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ ഇൻട്രസ്റ്റ് പ്രധാനമാണ്. നഴ്സറി ബിസിനസ് എന്നത് വളരെ ശ്രമകരമാണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വിത്തുകൾ ആദ്യം മുതൽക്കേ യാതൊരു രോഗങ്ങളും വരാതെ ഇരിക്കണം. അവ ഡിസീസ് ഫ്രീ ആയി നമ്മൾ നോക്കണം. അത് നമ്മൾ ഒരേ ഇടത്ത് വച്ച് വളരെ ശ്രദ്ധയോടെ അതിനെ പരിപാലിച്ച് കർഷകർക്ക് അവ നമ്മൾ നൽകണം. ഇതാണ് നഴ്സറി ബിസിനസ് എന്നത്. നഴ്സറി ബിസിനസ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാനും ഒരു കർഷകൻ, എൻ്റെ അച്ഛനും ഒരു കർഷകനാണ്. ആദ്യ നാടുകളിൽ നമ്മുടെ നഴ്സറി ഔട്ട്ഡോർ ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ടൊമാറ്റോ സീഡിംഗ് ആയിരിക്കാം, അല്ല വേറെ ഏത് സീഡിങ് ആകാം. അപ്പോൾ മഴ പെയ്താൽ അത് രോഗത്തിനിടയാകും. നമ്മുടെ പക്കൽ പെസ്റ്റ് കൺട്രോൾ ഉണ്ടാകില്ല. കർഷകരും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നഴ്സറി എന്നത് വളരെ ആവശ്യമായ ഒന്നാണ്. അടുത്തത്, തുടക്കത്തിൽ നമ്മൾ നഴ്സറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതിനാൽ അതുകൊണ്ടാണ് ഞങ്ങൾ നഴ്സറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കർഷകർക്ക് നല്ല ക്വാളിറ്റിയോടെ നൽകണം. നമുക്കും അത് യൂസ്ഫുൾ ആയിരിക്കണം, കർഷകർക്കും അത് യൂസ്ഫുൾ ആയിരിക്കണം. അതിനായിട്ടാണ് ഞങ്ങൾ നഴ്സറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമെല്ലാം ഇവിടെ നഴ്സറിയെക്കുറിച്ചുള്ള മാർക്കറ്റിങ്ങോ നഴ്സറികളോ ഇവിടെ അധികമില്ലായിരുന്നു. പിന്നെ അപ്പോഴെല്ലാം കർഷകർ നഴ്സറിയിലേക്ക് അധികമായി വരാറില്ല സീഡ് വാങ്ങാനൊന്നും. ഇപ്പോൾ നഴ്സറികളുടെ എണ്ണവും കൂടി, ഇപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റിയും വളരെ കൂടി. കർഷകരുടെ നഴ്സറിയിലേക്കുള്ള വരവും ഏറിത്തുടങ്ങി. മുൻപെല്ലാം നമുക്ക് അധികം ഓർഡർ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ധാരാളം ഓർഡർ ലഭിക്കാറുണ്ട്. പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്കൊരു പ്രീ പ്ലാനുണ്ട്. ഈ മാസത്തിൽ ഈ സീഡിംഗ് ചെയ്താൽ എത്ര റേറ്റ് ആകുമെന്ന് ഇതുപോലുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്ത് കർഷകർ ഓർഡർ നൽകുന്നു. സോ ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചു നഴ്സറികൾക്ക്. അതുകൊണ്ട് നഴ്സറി ബിസിനസ് നന്നായി മുന്നോട്ട് പോകുന്നു ഈ ടൈമിൽ. ഇതിനാൽ നമുക്ക് എക്സ്റ്റൻഷനും ചെയ്യാനാകും. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡിമാൻഡുണ്ട്, നഴ്സറികൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർ നഴ്സറി ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഇതിൽ നിന്ന് ഇൻകം നന്നായി കിട്ടുന്നു. ഇതൊരു നല്ല സോഴ്സാണ്. എത്ര നഴ്സറി ഉണ്ടായാലും ക്വാളിറ്റി പിന്നെ
ഇൻ ടൈമിൽ ഡെലിവറി ചെയ്യുന്നത്, അതായത് സപ്ലൈ, അങ്ങനെ ചെയ്താൽ നല്ല ലാഭം കിട്ടും. നമുക്ക് അക്കൗണ്ട് 1 ലാഖിന് മുകളിൽ കിട്ടുന്നുണ്ട്, അതായത് മിനിമം പ്രൈസ്. ആവറേജായി നോക്കിയാൽ ഈ ബിസിനസ്സിൽ നിന്നും 1 ലക്ഷത്തോളം വരുമാനം കിട്ടുന്നു മന്ത്ലി. പൊതുവേ ഞാൻ കർഷക കുടുംബത്തിലുള്ള അംഗമായതിനാൽ എനിക്കെൻ്റെ കുടുംബത്തിൽ നിന്ന് ഫുൾ സപ്പോർട്ടുണ്ട്. അച്ഛനമ്മമാർ നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. അമ്മയായാലും അച്ഛനായാലും എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ. പിന്നെ എന്നെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെയുള്ള മറ്റ് നഴ്സറികളെല്ലാം വിസിറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അവർ എങ്ങനെയെല്ലാമാണ് ചെയ്യുന്നത്, ആ നഴ്സറികളെല്ലാം കാണാൻ എൻ്റെ അച്ഛനാണ് കൂട്ടിക്കൊണ്ടു പോകാറുള്ളത് നമ്മളെല്ലാം. അമ്മയും വരാറുണ്ട് നഴ്സറി എല്ലാം സന്ദർശിക്കുവാൻ. ഇപ്പോൾ പോളി ഹൗസ് കൺസ്ട്രക്ഷൻസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ മറ്റു വലിയ നഴ്സറികളെല്ലാം നോക്കി പോളി ഹൗസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് അതിനുശേഷം ഞങ്ങൾക്ക് ആവശ്യമായ പോളി ഹൗസ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നു. നഴ്സറി ബിസിനസ് ഇവിടെ ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ അവർക്ക് അഗ്രികൾച്ചറിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അഗ്രികൾച്ചറിൽ ഐഡിയ ഉണ്ടാകണം. ഇപ്പോൾ എല്ലായിടത്തും നോക്കി നിങ്ങൾ നഴ്സറി ഓറിയൻറ്റഡായി നോളജ് അല്പം ഗെയിൻ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നഴ്സറി തുടങ്ങാൻ വളരെ ഈസിയാണ്. അതിനുവേണ്ട നോളജും ഡിമാൻഡും ആശ്രയിച്ച് ആർക്കും നഴ്സറി സ്റ്റാർട്ട് ചെയ്യാം. നഴ്സറി എന്നത് നന്നായി ചെറിയ ചെടികൾ വളർത്തി വിത്തുകൾ നട്ട് വളമിട്ട് അതിനെ നന്നായി വളർത്തി സെയിൽ ചെയ്യുന്നതാണ് നഴ്സറി ബിസിനസ്. അത് നമ്മൾ സ്വന്തം സ്ഥലത്ത് വെച്ച് തന്നെ വളർത്തി വിൽക്കാം. അല്ലെങ്കിൽ വേറെ നഴ്സറിയിൽ നിന്ന് ബൾക്കായി നമുക്ക് വാങ്ങി നമ്മൾ സെയിൽ ചെയ്യുന്നതും നഴ്സറി ബിസിനസ്സാണ്. എല്ലാ പ്ലാന്റും നമുക്കിവിടെ വളർത്താനാകില്ല. മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോൾ ഓൺ പ്രൊഡക്ഷൻ ചെയ്താൽ അത് വളരെ ഡിലേ ആകും. അതുകൊണ്ട് പല പല ഇടങ്ങളിൽ നിന്ന് എവിടെയാ ചെടികൾ ലഭിക്കുമോ അവ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കർഷകർക്ക് വേണ്ടുന്ന അളവിൽ കൊടുക്കുന്നതാണ് നഴ്സറി ബിസിനസ്. ഞാൻ പ്ലാന്റ് നഴ്സറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ ബോംബെയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് വന്നത് മുതൽ എന്ത് ജോലി ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം നോക്കിയാൽ എൻ്റെ മദറിൻലോ ഒരു നഴ്സറി നടത്തി വന്നിരുന്നു, റോസ് ഗാർഡൻ നഴ്സറി എന്ന പേരിൽ മാംഗ്ലൂരിൽ. പിന്നീട് അവർ മരണപ്പെട്ടു. പിന്നെ ഞാൻ ബോംബെയിൽ നിന്ന് എത്തിയ ശേഷം അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും ഒരുമിച്ച് നഴ്സറി നടത്തി. അതേ നഴ്സറിയെ നന്നാക്കി ഇമ്പ്രൂവ് ചെയ്ത് 15 ഇയേഴ്സായി മാംഗ്ലൂരിൽ അത് നടത്തി. അത്ര നാൾ അത് ഇമ്പ്രൂവ് ആയ ശേഷം ആ ലാൻഡ് നമുക്ക് വിൽക്കേണ്ട സാഹചര്യം വന്നു. അതിനുശേഷം വേറൊരു ലാൻഡ് വാങ്ങണമെന്ന് കരുതിയെങ്കിലും മാംഗ്ലൂരിൽ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഷെയർ വാങ്ങി ഈ നാട്ടിൽ വന്നു. ഇവിടെ ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ ഒരു നഴ്സറി കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുത്തു. എന്നാൽ ഇവിടെ നിറയെ നഴ്സറീസ്, ധാരാളം നഴ്സറീസ് ഉണ്ടായിരുന്നു. പിന്നെ പെപ്പർ നഴ്സറീസ്, സിൽവർ നഴ്സറീസ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ ഇതിൽ ലാഭം ഉണ്ടാകില്ലെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട് പ്ലാന്റ്സ്, റോസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിനൊപ്പം ഓർണമെൻ്റൽ പ്ലാന്റ്സ്, പിന്നെ ലാൻഡ്സ്കേപ്പിന് ആവശ്യമായിട്ടുള്ള ചെടികളെല്ലാം വളർത്തിയാൽ മാത്രമേ നമുക്ക് വളരാനാകൂന്ന് കരുതി ഇത് സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ വൈഫും എൻ്റെ മകളും മകനും ചേർന്ന്, എനിക്ക് 2 മക്കളാണ്, സച്ചിൻ വില്യംസ്, രേഖ വില്യംസ് എന്ന് 2 പേർ. അവരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ മകൻ BSc ബോട്ടണി പഠിച്ചതിനാൽ എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. അവൻ നമ്മുടെ നഴ്സറി നന്നായി ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നഴ്സറി ബിസിനസ് വളരെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നഴ്സറി നടത്തണമെന്ന് മനസ്സുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ്, അതായത് ചെടികളോടുള്ള ഇഷ്ടം, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നോ അത് നിങ്ങൾക്ക് തിരികെ നേടാനാകും. ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യം വേണം. അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടേഴ്സ് വേണം. ബാങ്കിലുള്ളവർ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിനാൻസിലുള്ള സപ്പോർട്ടും ആകാം. പിന്നെ നോക്കിയാൽ ഗെറ്റ് ടുഗദർ പോലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നന്നായി പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്കതിൽ നിറയെ ക്ഷമ തീർച്ചയായും വേണം. ഇപ്പോൾ നമ്മളൊരു ബിഗ് ബസാറിലോ ഒരു ഷോപ്പിലോ ജോലി ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മളൊരു ലേബറായി ജോലി തുടങ്ങണം. അപ്പോഴേ നമുക്കവിടെ നിന്നും അനുഭവങ്ങളുണ്ടാകും. അതുപോലെ തന്നെയാണ് നഴ്സറിയും. നിങ്ങൾക്ക് നഴ്സറി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു 6 മാസമോ 1 വർഷമോ ഒരു നഴ്സറിയിൽ ലേബറായി ജോലി ചെയ്ത് ആ തൊഴിൽ പഠിക്കണം. അതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ നന്നായി എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത ശേഷം മറ്റൊരു ചെറിയ നഴ്സറി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നേറാനാകും. എന്തുകൊണ്ടാണ്
പ്ലാൻ നഴ്സറി ബിസിനസ് ചെയ്യുന്നത് എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ കഴിയുന്ന ഈ ബിസിനസ്സിലൂടെ കൂടുതൽ ലാഭം നമുക്ക് നേടാൻ കഴിയും. അതിനായി കോഴ്സ് മുഴുവനായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ കോഴ്സ് മുഴുവനായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത്തരം ബിസിനസ് നിങ്ങൾക്കും ആരംഭിക്കാൻ കഴിയുമെന്നതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.